ഇപ്പൊ നമ്മള് ജയ്സൽമീർന്ന് എങ്ങോട്ടാ പോകുന്ന ചേട്ടാ? രാജസ്ഥാൻ തന്നെ ജയ്സൽമീർ. തനോത് മാതാ ടെമ്പിൾ. പാകിസ്ഥാൻ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിന്റെ അടുത്തേക്കാ പോകുന്നത്. ഇപ്പം കണ്ട ശരിക്കും നോക്കിയ മഞ്ഞ ഗോൾഡൻ സിറ്റി ഓഫ് ജയ്സൽമീർ മൊത്തം നോക്ക്. സൈഡെല്ലാം നോക്കുക. സൈഡിലേ കൂടി കോട്ട നോക്കിയോട്ടെ. മഞ്ഞക്കല്ല്. ആട്ടുംകൂട്ടം ഇങ്ങനെ ആളെ പറ്റിക്കാനുണ്ടാവില്ല. ഇവിടെ ചേട്ടാ ജീപ്പെല്ലാം പോയ കല കണ്ട. ഇവിടെ നിന്നും ജീപ്പ് സഫാരി ആക്കുന്നുണ്ടോ ഇവര്. തനോത് മാതാ മന്ദിർ പോന്ന ഭാഗത്തുള്ള സാൻഡ് ഡ്യൂൺസുകളാണ്. ശരിക്കും ഒരു മരുഭൂമിയുടെ ഫീല് വന്നത് ഇപ്പാന്നല്ലേ? അല്ല ചേട്ടാ, കാണാൻ പറ്റും. ഇതാ ഫുള്ള് ഇതാ മരുഭൂമി. തനോത് മാതാ മന്ദിർ BSFന്റെ പോസ്റ്റ് ഉണ്ട്. നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. തനോത് മാതാ പാർവതി കുഞ്ച്. നല്ല ശാന്തമായ അന്തരീക്ഷം അല്ലേ? നല്ല തണുത്ത, അത്യാവശ്യം നല്ല തണുത്ത കാറ്റ് ഉണ്ട്. അങ്ങനെ ചൂടറിയുന്നില്ലല്ലോ. ആ, അത് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ഇതാണ് അമ്പലം. ഒരു പഴയ പ്രാചീൻ കൂവാന്ന് എഴുതിയിട്ടുണ്ട്. അതായത് പഴയ കിണർ എന്നല്ലേ. അതിൽ കുറേ ആള് വലിയൊരു ഇതാണെന്ന് കാണുന്നില്ല. നല്ല ആഴുണ്ട്. കുറെ ചരടെല്ലാം കെട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഇവരെ ആചാരമായിരിക്കും. ഇവിടെ കാണാൻ പറ്റും. ഇത് ഈ അമ്പലം റിനോവേറ്റഡ് ചെയ്ത് പണിയിപ്പിച്ചത് 2011 31 ആഗസ്റ്റ് 2011. ഇതാണ് അമ്പലത്തിന്റെ മെയിൻ അമ്പലത്തിന്റെ ഇത്. ഇവിടെയാണ്. ഇവിടെ നല്ല തിരക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഉള്ളിൽ നല്ല തണുപ്പാണ്. നിലത്തൊക്കെ ടൈൽസ് ഇതൊക്കെ ഇട്ടതാണ്. നല്ല തണുപ്പുണ്ട്. നല്ല നമ്മൾ വെയിലെത്തുന്ന വരുന്നില്ല ഫീലേ തോന്നുന്നില്ല. ഇതൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ട്. നീ നോക്ക്. കൊണ്ടാട്ടിന്റെ ഒക്കെ എനക്കം കിട്ടിയിട്ടുണ്ട് ഒരു കുറി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഷെല്ലിന്റെ ഇതുണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ട് മാതാക്കെ ചമത്കാർ ദ്വാര നാ പട്നെ വാല പാകിസ്ഥാനി ബോംബ്. അതായത് ആ യുദ്ധത്തിൽ പാകിസ്ഥാൻകാർ ഇങ്ങോട്ടേക്ക് അയച്ചതാണ്. പക്ഷെ അത് ഈ അമ്പലത്തിലെ അമ്മയുടെ ഇതുകൊണ്ട് അതൊന്നും പൊട്ടിയില്ല. പൊട്ടാതെ ഇങ്ങനെ കിടന്നതാണ്. അപ്പോൾ അന്നേരം തൊട്ട് ഈ അമ്പലം ഇങ്ങനെ ഇവിടെ തന്നെ ഒന്നും തകരാറൊന്നും കേടുപാടുകളൊന്നും ഇല്ലാണ്ട് ബാക്കിയായി എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് വീരേശ്വർ മഹാദേവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതാണ് തനോട്രായ് മാതയുടെ മെയിൻ ഇത്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് അതായത് സ്വീറ്റ്സ്, ലഡു, അങ്ങനെയുള്ള ഇതൊക്കെ ഇവിടെ അർപ്പിക്കാം. പിന്നെ അതുപോലെ തുണി, വസ്ത്രം, തേങ്ങ അതെല്ലാം ഇതാക്കാം. കാണാൻ പറ്റും. BSF കാറുണ്ട്. ഇവരാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. ഒരു പ്രസാദവും ഇതൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ എന്തോ കാണുന്നുണ്ട്. ഒന്നും അറിയില്ല. എന്തോ കെട്ടിയവർ ഇത് എന്തെങ്കിലും വിശ്വാസമോ ആചാരമോ എന്തെങ്കിലും ആയിരിക്കും. ഈ കാണുന്നത് തനോത് മാതാ അമ്പലത്തിനെ പറ്റിയിട്ട് പല പല പത്രങ്ങളിൽ, ന്യൂസ് പേപ്പറുകളിലായിട്ട് വന്ന ലേഖനങ്ങളാണ്. അതിൽ പറയുന്നത് വെച്ചാൽ ഏകദേശം 3000 ബോംബുകൾ പാകിസ്ഥാൻ പട്ടാളക്കാർ ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു, തൊടുത്ത് വിട്ടു. അപ്പോൾ അതിൽ ഒന്നും തന്നെ പൊട്ടുകയോ അല്ലെങ്കിൽ അമ്പലം തകരുകയോ ചെയ്തിട്ടില്ല. ആ ഒരു ഇതിനെ പറ്റിയുള്ള ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. നമ്മളുടെ BSFന്റെ യൂണിഫോമൊക്കെ ഇട്ട 2 മോഡൽ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഓഡിയോ വിഷ്വൽ ഹാൾ ആൻഡ് വെപ്പൺ ഡിസ്പ്ലേ, അതും കൂടി ഒന്ന് കാണാം. ഓഡിയോ വിഷ്വൽ ഹാൾ ഇപ്പം ബന്ധാണ്, ഇപ്പോൾ ഇല്ല. ഇതുണ്ട് 2-3 വെപ്പൺ ഡിസ്പ്ലേകളുണ്ട്. ഇത് MMG
അതുപോലെ 81mm മോർട്ടാർ, അതിൻ്റെ ഒക്കെ ഒരു ഡിസ്പ്ലേ. പിന്നെ വേറൊരു ഇതില്ലത് ഇവിടെ അതാ തനോത്ത് വിക്ടറി പില്ലർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സ്തൂപം പോലെ ആക്കിയിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ നമ്മളുടെ 1971 ഇന്തോ പാക് യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ഇതിനെ സമർപ്പിച്ചിട്ടാണ്. നല്ലൊരു കവാടം BSFൻ്റെ ഇത്. പിന്നെ ഏതൊരു അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടാകുന്ന പോലെ ചെറിയ രീതിയിലുള്ള കടകളും, ചന്തയായിട്ടൊന്നുമില്ല, ചെറിയ പീടികയാണ്. അത്യാവശ്യം കഴിക്കേണ്ട ഭക്ഷണം കഴിക്കേണ്ട സാധനങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ രാജസ്ഥാനാകുമ്പോൾ ഒരു ഒട്ടകം എന്തായാലും വേണമല്ലോ, അപ്പോൾ ഒരു ഒട്ടകം. അപ്പോൾ ഇത്രയൊക്കെയാണ് തനോട്ട് മാതാദേവി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ.